ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാൻ പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു പിസ്സ കഴിക്കാൻ തോന്നി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 10 മിനിറ്റ് മതിയാവും ഈ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ഒരു മുട്ട എടുക്കുന്നുണ്ട്. ചെറിയ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളവും. അപ്പോൾ വെള്ളത്തിന് പകരം ഇപ്പോൾ പാൽ ചേർക്കാനായി ഇഷ്ടമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം എടുത്തേക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കപ്പ് പാലും പിന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇപ്പം 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 കപ്പ് മൈദ, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്ററി ഇപ്പം നമുക്ക് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ദോശയുടെ പോലെ ഇത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സേൻ്റെ ടോപ്പിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പിസ്സ സോസിന് പകരം ടൊമാറ്റോ സോസാണ് എടുത്തേക്കുന്നത്. അപ്പം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എടുക്കാം. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ഗാർലിക് സോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം, ഇപ്പോൾ റെഡ് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും പകുതി ക്യാപ്സിക്കം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലിവ്സ്, പിന്നെ 1 കപ്പ് മോസറല്ല ചീസ്. ഞാനിപ്പോൾ ചിക്കൻ പിസ്സ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചിക്കൻ ചെറുതായിട്ട് മുറിച്ചത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പിസ്സ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് എടുക്കാം. ഇപ്പം പനീർ ആണെങ്കിൽ പനീർ എടുക്കാം, പിന്നെ മഷ്റൂം ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഇടുന്നുണ്ട്. ഒറിഗാനോ ഇടുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇറ്റാലിയൻ പിസ്സയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഒറിഗാനോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ അത് മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പെട്ടെന്ന് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നമുക്കൊരു ഇന്ത്യൻ ഫ്ലേവറിലൊരു പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 1.5 കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് പാന് ചൂടാക്കിയേക്കുന്നത്. അപ്പോൾ ഒരു 1.5 കയ്യിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം തുറന്ന് വേവിക്കാം. അപ്പോൾ 1 മിനിറ്റ് നേരം നമ്മൾക്കിതൊന്ന് തുറന്ന് തന്നെ വേവിക്കാം. ഇപ്പോൾ അടച്ച് വേവിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അടച്ചും വേവിക്കാം. ഞാനിവിടെ 1 മിനിറ്റ് തുറന്നിട്ടാണ് വേവിച്ചേക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഓഫാക്കണം. ഓഫാക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സോസ് ഇതിൽ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ലേശം ഒറിഗാനോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി പെരിഞ്ജീരകപ്പൊടി, പിന്നെ ചീസ് ഒരു 1/2 കപ്പ് നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ചീസാണ് മെയിനായിട്ട് നമുക്ക് ടേസ്റ്റ് വരുന്നത്. നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് കുറച്ച് കുറക്കാം. അപ്പോൾ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ടോപ്പിങ്സ് നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ക്യാപ്സിക്കം ആണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ മുറിക്കണം എന്നില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ചെറുതായിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിച്ചാലും മതിയാവും. അപ്പം ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ടോപ്പിങ്സ് സെലക്ട് ചെയ്യാം. അതിൻ്റെ കട്ടിങ് എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പം ഞാൻ ക്യാപ്സിക്കൊക്കെ നീളത്തിൽ അരിഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഡിസൈനിൽ ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ടോപ്പിങ്സും ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷവും അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് നമുക്ക് തൂവി കൊടുക്കാം. നമ്മൾ ടോപ്പിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പോൾ 6 മിനിറ്റ് എന്തായാലും വേണ്ടി വരും, കാരണം അതിൻ്റെ ബേസൊക്കെ നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ ഒരു 5 to 6 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമുക്ക് ഈ റെസിപ്പി വെച്ചിട്ട് ഇതേ സൈസിലുള്ള 2 പിസ്സ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 പിസ്സക്കുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പി അതിനനുസരിച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പിസ്സ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടി വെറും 10 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
അപ്പോൾ നമ്മൾക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പിസ്സയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്സ ഹട്ട് അല്ലെങ്കിൽ ഡൊമിനോസ് ആ ഒരു ടേസ്റ്റിലല്ല, പക്ഷേങ്കിൽ എന്നാൽ നല്ല ടേസ്റ്റുള്ള നല്ലൊരു പിസ്സ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.